സാറേ അല്ല 5 രൂപ മതി. അതിൽ കൂടുതൽ പണിയൊന്നും താൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇനിയും കാണാമല്ലേ. ആ പാല് മേടിച്ചുണ്ടോ? മോളെ രണ്ട് അറ്റാച്ച് കഴിഞ്ഞ ആളാ. മോളടിയും സിഗരറ്റ് വലി. അതെങ്ങനെയാ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ? വേലക്കാരൻ പയ്യൻ പറഞ്ഞ സാറ് കേൾക്കോ? അതൊക്കെ പിന്നെ പറയാം. കുഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുക. ശ്രീകുമാരി നീ വാ, നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. അച്ഛനും മോളും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ചേച്ചി പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ഇന്ന് കഞ്ഞി കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെടുക്കണേലും വീട്ടിൽ പോണല്ലോ. ഞങ്ങളത് പോയിട്ട് വരട്ടെ. എന്റെ മോക്കവിടെ സുഖാണ്. ഡോക്ടർ എന്ത് പറഞ്ഞ? എന്റെ അസുഖമൊന്നും സാരയില്ല. ഏറിയ ഒരാഴ്ച അപ്പോഴേക്കെല്ലാം ഭേദാവും. മോളിവിടെ ഇരിക്കും. മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടല്ല നിനക്ക് ടെലിഗ്രാം ചെയ്തത്, നിന്നെ ഒന്ന് കാണാൻ. ഇത്തിരി സംസാരിക്കാൻ തന്നെയാണ് നിന്നോട് വരാൻ പറഞ്ഞു. മനസമാധാനവും സന്തോഷവും അതൊക്കെയാ എന്റെ രോഗത്തിനുള്ള മരുന്ന്. മോളെ, നീ ഇങ്ങനെ ബോംബെയിലും ഞാൻ നാട്ടിലുമായിട്ട് കഴിഞ്ഞു എനിക്ക് എന്താ ഒരു സമാധാനം? കുറച്ചു കാലം കൂടെ അവിടെ നിൽക്കാതെ വയ്യച്ച. അതാ എനിക്ക് മനസ്സിലാകാത്തത്. സുകുമാരൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞില്ല. അവൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നീ വിചാരിച്ചാൽ നടക്കും? അതെന്റെ ഒരു വാശിയാണ്. സുഖമായിട്ടിനെ കൊന്നവരോടുള്ള റിവഞ്ച് അല്ല. സുഖമായിട്ടിനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലി എനിക്ക് തീർക്കണമെന്നൊരു വാശി. എന്നെ കുറിച്ച് നീ ഓർക്കണ്ട. പക്ഷേ 4-5 വയസ്സായ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞിന് പിന്നെ ആരുണ്ട് പോയി? വേണ്ട മോളെ, അവിടെ വന്നാൽ നിനക്ക് ബോറടിക്കും. മമ്മി പോയിട്ട് സന്ധ്യയ്ക്ക് വരാം. അയ്യോ, 5 പോൾ ആശുപത്രി പോയി അതെങ്ങനെയാ നോക്കുന്നത്? നമുക്ക് കഥ കേൾക്കണ്ടായോ? ശ്രീകുമാരങ്ങളുടെ പുതിയ ഡിറ്റക്റ്റീവ് കഥ. ഏതാ ഇപ്പൊ ശ്രീയേട്ടന്റെ പെർമനന്റ് ജോലി? ഗുമസ്തപ്പണിയോ അതോ കുറ്റാന്വേഷണോ? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ. അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ആ വക്കീൽ എന്നാ പിരിച്ചുവിടുന്നെന്ന് എനിക്കറിയില്ല. ഓഫീസിലും പോകില്ല, ഫയലും നോക്കില്ല. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും. ഒരു കേസ് ഇന്നേവരെ അങ്ങനെ പിടിച്ചിട്ടില്ല. നാട്ടുകാരെ തല്ലാണെങ്കിൽ മുറക്കി കൊള്ളുന്നുണ്ട്. ശ്രീകുമാരി, നീയാണോടി ഒരു ഭാര്യ? പണ്ടൊക്കെ അംഗത്തിന് പോകുമ്പോ അവരുടെ ഭാര്യമാര് നോമ്പ് നോറ്റിരിക്കും. ഇവളാണെങ്കിൽ പണ്ടാരായിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രാഗി ഇറക്കാതെ പിന്നെ എങ്ങനെ തല്ലുകൊള്ളാണ്ടിരിക്കും? ഏത് തല്ലാത്തവനെ തല്ല്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരുടെ തല്ലാടി കൊണ്ടുപോയി? കൊണ്ടുപോടി. എന്തിനാ ഇനി വേറൊരു പ്രൂഫ്? ഇത് കണ്ടോ? ഈ പഴമ്പ് എന്തിനാണെന്ന് അല്ല, നിങ്ങളെ കുഴമ്പിട്ട് തിരുമിയതിന്റെ. ഞാൻ പോട്ടെ. ചക്രം കയറുമല്ലോ.
മതി മോളെ. പാവം ശ്രീകുമാരി, അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു. മോളെ, അഞ്ചിന് വഴക്കൊന്നുമില്ലല്ലോ? ഇല്ല, അവൾക്ക് അവര് വലിയ ഇഷ്ടമാണ്. ശ്രീയേട്ടന്റെ കുറെ നുണക്കഥ കേട്ടിരിക്കാമല്ലോ. ആഹാ, സാറെല്ലാം തലതിരിഞ്ഞ് ചെയ്യുമല്ലേ? സംസാരിക്കരുതെന്ന് പറഞ്ഞ് സംസാരിക്കും. ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞ 1 എണ്ണം വലിക്കും. അയ്യോ കുത്തേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. എന്നോട് മതി. നാളെ നമുക്കിത് ഇല്ലാതെ നോക്കാം. സാറിന്റെ മോളാണല്ലേ? ഞാൻ സാറിന്റെ പഴയൊരു സ്റ്റുഡന്റാണ്. പക്ഷെ ആ സ്നേഹമൊന്നും നിനക്കില്ല. കണ്ടില്ലേ തരം കിട്ടുമ്പോഴൊക്കെ പിടിച്ചിട്ട് കുത്തുന്നു. ഝാൻസി റാണിയും പുത്ലിബായിയും ഒക്കെ കഥകളിൽ വായിക്കാൻ കൊള്ളാം. നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കേട്ടറിഞ്ഞിടത്തോളം റോബർട്ട് അത്ര നിസ്സാര പുള്ളിയല്ല. സുകുമാരനെ കൊന്നത് റോബർട്ട് അന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടെന്തുണ്ടായി? ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും റോബർട്ട് ശിക്ഷിക്കപ്പെടുമായിരുന്നു. നഷ്ടം നിനക്ക്, ഈ ഇളം പ്രായത്തിൽ വിധവ. സുഖത്തിന് ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയ ജോലി ഞാൻ തീർക്കും. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോബർട്ട് പിന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അയ്യോ, നേരെ ഒരുപാടായി. ഞാൻ പോയിട്ട് കളിക്കേ. ആ, ഇന്ന് ഹോസ്പിറ്റലാണ്. പയ്യുന്നുണ്ട്. മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. ആരാ മമ്മി റോബോട്ട്? അത് അയാളോ ഡാഡി കൊന്നത്? അല്ല, മോൾ അറിയിക്കോ. പൂവാടിയിൽ മധുണ്ട് മയങ്ങും പൂവണ്ടിനെ പൊന്നിതൾ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു. തേനൂറും മലർപൂത്ത പൂവാടിയിൽ മധുണ്ട് മയങ്ങും പൂവണ്ടിനെ പൊന്നിതൾ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു. തേനൂറും മലർപൂത്ത പൂവാടിയിൽ മധുണ്ട് മയങ്ങും പൂവണ്ടിനെ. നിറഞ്ഞു ഗരി ധനി പനി സരി സരി ഗ ഭഗ നിന്നി പകരി സരി ഗ ഭഗ പനി ധനി ധ. തേനൂറും മലർപൂത്ത പൂവാടിയിൽ മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ പൊന്നിതൾ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു. തേനൂറും മലർപൂത്ത പൂവാടിയിൽ മധുവുണ്ട് മയങ്ങും പൂവണ്ടിനെ.
വാതിലടഞ്ഞു പൂത്തിരുവാതിര ഗാനമുയർന്നു ഗരി ധനി പനി സരി സരി ഗപ ഗപ നിന്നി പകരി സരി ഗപ ഗപ നിധ നിധ തേനൂറും മലർപ്പൂത്ത പൂവാടി മധുവുണ്ടു മയങ്ങും പൂവണ്ടിനെ പൊന്നിതൾ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്നു കണ്ടു മോഹിച്ചു തേനൂറും മലർപ്പൂത്ത പൂവാടി മധുവുണ്ടു മയങ്ങും പൂവണ്ടിനെ പൊന്നിതൾ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്നു കണ്ടു മോഹിച്ചു തേനൂറും മലർപ്പൂത്ത പൂവാടിയിൽ മധുവുണ്ടു മയങ്ങും പൂവണ്ടിനെ. Thank you. അവനായിരിക്കുമല്ലേ? നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. ഇവൻ തന്നെയല്ലേ? അതെ. എന്താ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ്? കുറെ ദിവസമായല്ലോ കുത്തിയിരുന്ന് എഴുതുന്നു. ആരാ ഇവൻ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വളരെ പ്രസിദ്ധനാ, വെരി ഫേമസ്. ഓ പിന്നെ അത്ര ഫേമസ് ആണെങ്കിൽ പത്രത്തിലും മാഗസീനിലും ഒക്കെ വരണ്ടേ? ഞാനൊന്നും വായിച്ചിട്ടില്ലല്ലോ. ആ, അതാണ് അവന്റെ മിടുക്ക്. ഒരു പത്രക്കാരനും ഇതിനെക്കുറിച്ച് ഒന്നും എഴുതാൻ ധൈര്യപ്പെടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ, കോടീശ്വരൻ, ഗുണ്ടാത്തലവൻ. ഒരിക്കൽ ഒരാൾ ഇതിനെക്കുറിച്ച് എഴുതി. 5 വർഷം മുമ്പ്. വൺ മിസ്റ്റർ ബിനോയ് ചൗധരി ഈസ് നോ മോർ. ശവം പോലും കണ്ടുകിട്ടി. നീ പേടിക്കണ്ട, എന്നെ അവൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ഞാൻ ഒരു കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. അവൻ എഴുതി വരട്ടെ. ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഹിസ് എംപയർ. ഈ രാജ്യത്ത് നീതി ന്യായമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പേടിക്കാൻ പറ്റൂ. എന്തിനാ ഈ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്? ഈ ലോകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, അതെന്തെങ്കിലും എഴുതിക്കൂടെ? ലളിതേ, ഇവിടുത്തെ അണ്ടർവേൾഡ് കേൾക്കണ്ട. അണ്ടർവേൾഡും കള്ളക്കെടുത്തും. നീ ഇത്ര തൊട്ടാവാടിയാണല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിന് ഒരു ത്രില്ല്? നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും. അതിനു മുമ്പ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം.
ഈ ലേഖനം നാളെ പ്രസി കൊടുത്താൽ ഐ ആം ഫ്രീ ഫോർ 1 വീക്ക്. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. സുകുമാരൻ സാറിന്റെ വൈഫല്ലേ? അതെ. ആ, എന്റെ പേര് ജേക്കബ്. ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു. സുകുമാരൻ സാറിനോട് പറയുകയായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താ കാര്യം? സുകുമാരൻ സാർ എഴുതിയ ആ ലേഖനം വലിയ അപകടത്തിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ റോബർട്ട്. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. മാനേജ്മെന്റ് സുകുമാരൻ സാറിന്റെ കൂടെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമല്ലോ എന്ന് പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ വലിയ ആളുകളാണ്. ഒന്നും വരാൻ. നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് ഇവിടത്തെ ഈ അണ്ടർവേൾഡ് ലിസ്റ്റിൽ പെടുകയെന്ന് പറഞ്ഞാൽ റോബർട്ടിനെ കുറിച്ച് ഇനിയും എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ടെന്നാ കേട്ടത്. സാറിനോട് അതൊന്ന് പറഞ്ഞ് വിലക്കണം. ഞാൻ പറയാം. റോബർട്ടിനെ കുറിച്ച് സുകുമാരൻ എഴുതിയ ലേഖനം അപ്ലായിട്ടുണ്ട്. ഭയങ്കര ധൈര്യം തന്നെ. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരും പറയുന്നത് ഇത്തിരി അപകടം പിടിച്ച പണിയാണെന്നാ. പോട്ടെ. റോബർട്ട് പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. ഓടാൻ ശ്രമിക്കരുത്. വിളിച്ചു കൂവരുത്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ആരും വരില്ല. അഥവാ വന്നാലും എന്നെ കണ്ടാൽ ഭയന്നോടും. ഐ ആം റോബർട്ട് ഡിസൂസ. എന്റെ പേര് കേട്ടപ്പോ തന്നെ പേര് തോന്നുന്നല്ലേ? അവരുടെ സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ആള് പാവ. സ്നേഹമുള്ളവരടുത്ത് ഞാൻ പഞ്ചപാവ. പെങ്ങളെ, എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല. നമ്മളൊക്കെ മലയാളികളാണ്. വൈക്കി പേപ്പറിന് വേണ്ടി ഈ അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? സുകുമാരൻ ഒരു പത്രപ്രവർത്തകൻ, ഞാനൊരു കള്ളക്കടത്തുകാരൻ. എന്റെ കാര്യം പത്രത്തിലെഴുതി നാട്ടിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ? അല്ല, ഉണ്ടോ? പെങ്ങള് തന്നെ പറ. സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ കൊന്നുകളയുകയാണ് പതിവ്. ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത്. നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു. സുകുമാരന് ഞാൻ ഒരവസരം കൂടെ കൊടുക്കും. എന്നെക്കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു. അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇട വന്നാൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. പെങ്ങള് പേടിക്കും. അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നുവെന്ന്. കുഞ്ഞിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്തായി? അഞ്ചു. അഞ്ചു. നല്ല പേര്. സ്വീറ്റ്. എടി, അതൊക്കെ അവന്റെ വെറും വിരട്ടുള്ളല്ലേ. കൊല്ലാൻ വന്നവനാണ്, കൊന്നുകൂടെ? എന്തൊരു വാചകം. ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്കാകെ പേടിയാവുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ.
ലളിതേ, അങ്ങനെ ഭയപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും. എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. സുഖേട്ട, നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം. നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ. അത് ശരി. അപ്പൊ പട്ടിണി പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്? അല്ലല്ലോ. നീ ഇരിക്ക്. ലളിതേ, നീ അവനെ കണ്ട് ആകെ ഷോക്കായിരിക്കും. നിനക്കിതൊക്കെ ഒരു പുതുമേ. അതുകൊണ്ട് ഞാനിതൊക്കെ കുറെ കണ്ടവാ. കോഫി. ലളിതേ, നീ ഇത് കണ്ടോ? റോബർട്ട് എഴുതർ എന്ന് പറഞ്ഞ ഫീച്ചറിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്നത്തെ എഡീഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്നൊന്ന് കാണണമല്ലോ. എന്തിനാ വെറുതെ ഈ... വേണ്ട, നീ ഒന്നും പറയണ്ട. വെറുതെ എന്നെ മൂടോട്ടാക്കല്ലേ. ആ, ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് 6:30 വരും. നമുക്കിന്നൊരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. രാത്രി ശാപ്പാട് കൊടുക്കണം. ആരാ? പോലീസാ. പരിചയപ്പെടുത്താം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇത് 5ാമത്തെ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തിക്കോളാം. ഒരു പാരഗ്രാഫോടെ തീർന്നാൽ മതി. നാടകം തുടങ്ങാൻ ഇനി 1 മണിക്കൂറോടെ ഉണ്ടല്ലോ. ആ, വരാവുന്നേ. 10 മിനിറ്റ്. ശരി. സുഹൃത്തിനെ കാണാനില്ലല്ലോ ചേച്ചി. നീ ഇങ്ങനെ മൂടൗട്ടാവാതിരിക്കില്ലേ? ഒരു നാടകം മിസ്സായെന്ന് വെച്ച്. നാടകം മിസ്സായത് കൊണ്ടൊന്നുമല്ല. വരാന്ന് പറഞ്ഞാ വരുന്ന ആളാ. ഇപ്പൊ 2-3 മണിക്കൂർ കഴിഞ്ഞില്ലേ? ദാ വരുന്നെന്ന് വിളിച്ച് പറഞ്ഞതാ. വല്ല അത്യാവശ്യ കാര്യമായിട്ട് അങ്ങോട്ടോ പോയി കാണും. നീ ക്ലബിൽ വിളിച്ചോ? വിളിച്ചു. അവിടെ ആരും എടുക്കുന്നില്ല. ഫോൺ ശരിയല്ലെന്ന് തോന്നുന്നു. ക്ലബിൽ ഉണ്ടാകുമെന്ന് തന്നെ എന്റെ വിചാരം. വേറെങ്ങും അങ്ങനെ പോകാറില്ല. അതാ രാമർ സാർ വന്നു. പുള്ളിയോട് ചോദിച്ചാൽ അറിയും ക്ലബിലുണ്ടോ. രാമർ സാറേ, സുഖേട്ടൻ ക്ലബിൽ വന്നു? ഇല്ല, അയാൾ ഇവിടെ പോയി. ഇന്നങ്ങോട്ടും കണ്ടേയില്ലല്ലോ. ചേച്ചി, എനിക്ക് ആകെ പേടിയാവുന്നു. എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. സുഖേട്ടനെ ഒന്ന് അന്വേഷിക്കാമോ? ശരി. Laliത, be brave. So cool.
പിക്കപ്പ് ഇല്ലാത്ത ഈ അലന്ന വണ്ടിയും കൊണ്ട് കള്ളനെ പിടിക്കാൻ ഇറങ്ങി എന്നെ അതല്ലേണ്ടത്. അത് ശരിയാ. ഏതെ ബോംബെ പോലീസ് ശോഭരായനെ പിടിച്ചത് കണ്ടില്ലയോ? അതുപോലെ റോബർട്ടിനെ തനിക്കൊന്ന് പിടിച്ചാലെന്താ? മേളിലിരിക്കുന്ന ഓരോ അവന്റെയൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു വരും. ചോദ്യം ചോദിക്കും. വണ്ടി ഓടിക്കുമ്പോ അലന്ന ഈ കാളവണ്ടിയൊക്കെ വരുന്നത്. ശോഭരായനെ പിടിക്കാൻ ഹെലികോപ്റ്ററാ കൊടുത്തത്. ഒന്ന് ചവിട്ടി വരാൻ സാറേ. ചവിട്ടാനാ? അവൻ ഈ പരിസരത്ത് എവിടെങ്കിലും കാണും. നിനക്കെന്താ എത്ര ധൃതി? വരുന്നു മോളെ. ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്നോ? ക്രിമിനൽ ഞങ്ങളയാളെ കേസ് ചെയ്തുകൊണ്ടുവരിക. അവിടെ വന്നപ്പോ അയാളെ കാണാനില്ല. അയാൾ വന്ന വണ്ടി ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. ഇവരങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ അവൻ ഇവിടെ പോയി വന്നിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ? എനിക്ക് ഉറപ്പാ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തോളൂ.
ഏയ് അതല്ല, നിങ്ങളുടെ വീട്ടിൽ ആര് വന്നു ആര് പോയി എന്നൊക്കെ എന്നെക്കാൾ നിശ്ചയം നിങ്ങൾക്കായിരിക്കുമല്ലോ. ബട്ട് ഈ വീട് എന്റെ സംശയദൃഷ്ടിയിലാണ്. യു ആർ വെൽക്കം. അയാൾ ഓടിക്കൊണ്ട് ഞാൻ കണ്ടല്ലോ. മോളെ, ചക്കര മോളല്ലയോ, പൊന്നു മോളല്ലയോ, അവനെ ഇങ്ങോട്ടാ ഓടിയേ? ദേ അങ്ങോട്ട്. എപ്പോ? ഇന്നലെ. Come on. എന്താടേ? സാർ ബൈക്ക് ബൈക്ക് വേണോ? ബൈക്കോ? ഏത് ബൈക്ക്? യെസ്, സബ് ഇൻസ്പെക്ടർ അലക്സ് ഹിയർ. സർ. യെസ് യെസ് സർ. നോ സർ, അവൻ കടന്നു കളഞ്ഞു സർ. എന്താണ്? സോറി സർ. യെസ് സർ. ഇല്ല സർ, പിടിക്കാറായപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു സർ. പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു. യെസ് സർ. പക്ഷേ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സർ. യെസ് സർ. സോറി സർ. എന്താണ് അറിയിച്ചിരിക്കുന്നത്? DSP ആണ്. വയസ്സുകാലത്ത് എന്നെ SI ആക്കിയാൻ അയാളെ തല്ലണമെന്ന്. എനിക്ക് ഏറ്റവും മൂത്ത് SI ആയതിന്റെ കോംപ്ലക്സ് ആണ്. എനിക്ക് വയസ്സായിടൂ? ഇല്ല സാർ, നിത്യവനും. എനിക്ക് കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല സാർ. കുഞ്ഞപ്പാ, അയാളോട് വെച്ചിട്ട് പോയിക്കോ. ആരുടെയാടാ ബൈക്ക്? സത്യം പറയടാ. എന്റെ ചേട്ടന്റെ ബൈക്കാ. അങ്ങേര് കുളിക്കാൻ കയറിയപ്പോ ഞാനൊന്ന് എടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാ. ആഹാ, ചേട്ടൻ കുളിക്കാൻ കേറുമ്പോ നീ ബൈക്ക് എടുത്ത് കറങ്ങാൻ ഇറങ്ങും. ഇടിച്ചതിന്റെ സിലിണ്ടറേ നടക്കും. നീ ഒറ്റ ഒരുത്തം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാനതിനെന്ത് ചെയ്തു സാർ? അയ്യോ, ഒന്നും ചെയ്തില്ലല്ലോ. ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ നിനക്ക് ഒരിടി തിരിച്ചു കൊടുക്കാൻ വയ്യായിരുന്നു. ഒരിടി കൊണ്ടപ്പോ ഇവൻ കിടക്കുന്ന പ്ലക്കോൺ താഴെ. നീ കാരണം 1 ലക്ഷം രൂപ ഒരു പ്രമോഷനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ പറ്റൂ? ഓടാ കൊച്ചുകൾ മോനെ, നിന്നെ കരയാതെ കരയാതെ. ഇല്ലപ്പാ, അവന്റെ ബൈക്ക് എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടേ. നിനക്ക് കറങ്ങാൻ ബൈക്ക് തന്നെ പറഞ്ഞ സൈക്കിൾ പോകാനൊക്കെ ഞാനങ്ങ് പോകണില്ലെന്ന്. പട്ടി വരുന്ന ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. ശല്യമാകുമ്പോ പട്ടിയുടെ കാല് അങ്ങനെ പോ. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ വരാണോ? ശ്രീയേട്ടനെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. മേനോ സാറിന് വല്ലതും തോന്നിക്കാണും. കുഞ്ഞ് ചോറും കൊണ്ട് പോകുമ്പോ എന്നെ കൂടി വിളിക്കണം. ഞാനും വരാം. അഞ്ചുമോൾ എന്ത് ചെയ്യും? അവൾ അച്ഛൻ്റെ അടുത്ത് നിന്നു. മേനോ സാറിന് എങ്ങനെ ഉണ്ട്? സുഖമായി. നാളെ ഡിസ്ചാർജ്. അപ്പൊ കുഞ്ഞോട് വേഗം റെഡി ആയിട്ട് വാ. ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റിട്ട് വരാം. ശിവമാരി,
വെറുതെ കുഞ്ഞ് ഇത്ര പെട്ടെന്ന് ഞെത്തിയോ? ഈ വാഴ കുട്ടിയിട്ടേ കേട്ടോ. ഹലോ ദേവനെ, ഇതെന്ത് കളി? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. നിർത്തേ ഒതുക്കേ. ആ ബുക്കും പേപ്പറും കേട്ടോ. എന്താണ് പേര്? വണ്ടിയിലൊന്നുമില്ല സാർ. ആ വണ്ടി വിട്ടേക്ക്. പോയി നോക്കാം. അടിക്കറോ. എങ്ങോട്ട് പോകുന്നു? സോറി സർ, ഞാൻ വണ്ടി ഒന്ന് ഫോളോ ചെയ്തു. തനിക്ക് ഈ ചേസിനോട് എന്താ ഇത്ര വലിയ താല്പര്യം? നേരം വെളുത്തപ്പോ മുതൽ ഈ ഗംഭീര ചേസ് തുടങ്ങിയതാണല്ലോ. എന്നിട്ട് എവിടെയാവൻ? തോമസ്, ഇവിടെ നിന്ന് കിട്ടുന്ന പിടിച്ചാൽ മതി. സോറി സർ. ഓളത്തൊരു നക്ഷത്രം കൂടുമ്പോ ഓരോരുത്തരുടെ ഗമ കാണുമ്പോ എനിക്കൊരു മരിച്ചു. എന്താ വെച്ചിരിക്കുന്നത്? സോറി സർ. ആ കുഞ്ചപ്പ, ആ വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചേ. കമൺ. ലളിത കുഞ്ഞെ, എന്തു പറ്റി? കുഞ്ഞെന്താ ഈ കോലം? കുഞ്ഞെവിടെയായിരുന്നു ഇതുവരെ? കുഞ്ഞു പഠിക്കാതെ കുഞ്ഞെ. കുഞ്ഞു വീട്ടിൽ നിന്ന് പോകുന്ന സമയം എത്രയായി? എന്നെ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞത് പറ്റിച്ചു അല്ലേ? കുഞ്ഞെവിടെ പോയതാ? റിപ്പയറായി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോട്ടെ, കുഞ്ഞു വരാൻ താമസിച്ചോണ്ട് ഒരു ചായയെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് സാർ എന്നെ പറഞ്ഞയച്ചതാ. ഇത് കണ്ടോ ഫ്ലാസ്ക്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ സ്റ്റിച്ചിങ് കയറിഞ്ഞതാ. അപ്പൊ ചോറ് കൊണ്ടുവന്നില്ല? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്.
ട്രിവാൻഡ്രം കോട്ടയം കൊച്ചിൻ 1986 ജൂലൈ 15, 1161 മിഥുനം 31, 1406 ദുൽഖത്ത്. എന്റെ പൊന്നു സാറേ, ഈ വക്കീലിന്റെ കൂടെ വന്ന് ഇതൊരു ശീലമായി പോയി. ഈ കേസിന്റെ കടലാസൊക്കെ വായിക്കുമ്പോഴേ ഇങ്ങനെയാ പതിവ്. അത്രോ ഇങ്ങനെ വായിച്ചാലേ ഒരു സുഖമുള്ളൂ. എഡിറ്റഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ A.M. റപ്പായി. ഇതാണ് എന്റെ കൈ വന്നത്. ഇത് പൊളിറ്റിക്സ് ബാഗ് വായിക്കാനാ. വീട്ടിലെ കൊലപാതകം. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ റോബർട്ട് കൊല്ലപ്പെട്ടു. തലക്കേറ്റ മുറിവാണ് മരണകാരണം. കൊലപാതകയെ പോലീസ് തെരയുന്നു. വെളിച്ചം തേടിയ സാധുക്കളെ ഇരുട്ടിൽ തള്ളി. ആരാത്? സ്വന്തം ലേഖകൻ. ന്യൂഡൽഹി. ഒരക്ഷരം തെറ്റിയാനുള്ള കുഴപ്പമില്ല. എത്ര ദിവസം? 8. ഹലോ, മോർണിംഗ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പറയൂ, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ആ വാൻ നിങ്ങളുടേതാണ്. ഏത് വാൻ? മാരുതി വാൻ. റൈറ്റ്, എന്റെ വണ്ടിയാ. കളർ നന്നായിട്ടുണ്ടല്ലേ? പുതിയതാ, ബ്രാൻഡ് ന്യൂ. അവന്മാരെ വർക്ക്മാൻഷിപ്പ് ആവാരം. ഈ കാറിനേക്കാൾ വാൻ. സർ പ്ലീസ്, ആ വണ്ടി ഒന്ന് മാറ്റി തന്നാ എനിക്ക് പോകാമായിരുന്നു. ഓഫ് കോഴ്സ്. Come on. എന്താ ചെയ്യാ? എന്നോടാണോ ചോദിക്കുന്നത്? വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ഞാനത് എപ്പോഴും മറക്കും. അതൊരു സ്ഥിരം പരിപാടിയാ. അല്ല പേടിക്കണ്ട, ഞാൻ പൊക്കി മാറ്റി തരാം. ഇനി ഒരു ഒറ്റ മാർഗമുള്ളൂ. കരച്ചിപ്പ്. ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടു അല്ലേ? വെരി റയർ പീസാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ആ വണ്ടി ഒന്ന് മാറ്റിയിട്ടാൽ. ഓ ഐ ആം സോറി മാറ്റി തരാം. കാര്യം മറന്നു.
ശ്രീകുമാർ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം വക്കീൽ ഗുമസ്തൻ. ഓ, ഇറ്റ്സ് എ വെരി റയർ കോമ്പിനേഷൻ. അയ്യോ, ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി. ഞാൻ കള്ളനുമല്ല കൊലപാതകയുമല്ല. ഐ ആം എ ബിസിനസ് മാൻ. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? മീശ. ആ, മീശ. വീട് എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. മാർക്കറ്റ് റോഡില. ഓ, താങ്ക് യു. കാലം എന്നെ വിളിച്ചോ? ഇല്ല. അതാരുടെ വീടാ? പ്രൊഫസറുടെയാ. ആ കുട്ടിയേതാ? അങ്ങനെ മോളാ, ബോംബെയില. ആ, എന്തേ കുഞ്ഞേ? ഇപ്പോൾ അവിടെ വന്നതാര്? ഒരു വല്ലാത്ത മനുഷ്യൻ. അയാൾക്ക് പരഹൃദയജ്ഞാനമുണ്ട്. എന്താ പരഹൃദയജ്ഞാനം. ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഇങ്ങോട്ടേനെ അയാൾ ഉത്തരം പറയും. അയാൾ ഇങ്ങോട്ട് കൈ ചൂണ്ടി എന്താ ചോദിച്ചത്? എല്ലാ കാര്യം ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേരും നാളും ജോലി. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞ് പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവൻ ആരായാലും നമുക്കെന്താ? ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിച്ച് ഒന്ന് ഞെരിച്ചു. അവൻ കരഞ്ഞുപോയി. പാവം നൊന്ത് കാണും. ഇങ്ങോട്ട് വന്നേ. കൊളിമ്പലടിക്കും. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്താടി? ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവളുടെ ഒരു ഒടുക്കത്തെ വിളി. അത് മോശമല്ലേ? എന്തിനാ മോളെ ഇത്ര സ്പീഡ്? എനിക്കിത് വലിയ ടെൻഷനാണ്. എന്നെ നോക്കാനും സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ മോളെ. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? ആ റോബർട്ടിനെ ആരോഗ്യം. ഇനി അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ, നീ എന്തിനാ ബോംബെക്ക് പോകുന്നു? ചെയ്ത ജോലി ഫിനിഷ് ചെയ്യാതിരുന്നാൽ? ഓ, ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്, എസ്കേപ്പിസം. ശരി, ഇന്ന് ആഹാരം പുറത്തുനിന്നാവാം. എന്താ?
വേണ്ട, കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? കുടിയോ? ഇതാര് കുടിക്കുന്നു? ഒന്നും എന്നോട് പറയും, മാറി ചെന്നിട്ടത് 9 ആവും. വേണ്ട വേണ്ട ഒറ്റത്തേക്ക് മാത്രം. വേണ്ട, എനിക്ക് ഞാനിപ്പോ പോവും. ഞാൻ ആയിക്കോളാം മമ്മി. ഒരു പെഗ്ഗേ കൊടുക്കുള്ളൂ. കുടിക്കുമോ? That's my girl. Thank you, thank you, thank you. അല്ല, ഇതാരും ലളിതയോ? എന്താ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, അച്ഛനും എന്നിട്ടെവിടെ? ബാറിൽ. ഓ, തണ്ണിപ്പാർട്ടിയാണല്ലേ. ഓ, വല്ലാത്ത ക്ഷീണം. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞിട്ട് വരിക. എന്റെ ഒരു ഫ്രണ്ടിനോട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെയും കാണുന്നില്ലല്ലോ. ലളിതയ്ക്ക് ബ്രേസ്ലെറ്റ് അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നല്ലോ. വേണോ? ഒരു തരട്ടോ? വേണ്ട. ആ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഐ എം വിജയചന്ദ്രൻ, മാനേജർ, ഫിനിക്സ് എക്സ്പോർട്ട്. ആ, ഞാനെന്റെ കാർഡ്. എന്റെ പേഴ്സും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. മിസ്റ്റർ വിജയചന്ദ്രൻ, Yes. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാനും അതെ, മനുഷ്യന് സ്വൈരമില്ലാതായി. അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക, കാറിൽ വന്ന പുറകെ, ബീച്ചിൽ വന്ന പുറകെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാറിലോ ബീച്ചിലോ? ലളിത എന്തൊക്കെയായി പറയുന്നത്? വേണ്ട, വേഷം വേണ്ട, പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, ആളുകൾ കേൾക്കും. ലളിത എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ ലളിതയുടെ ഒരു കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ. എനിക്ക് നിങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിലോ? ശ്ശോ. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് ഇഷ്ടമല്ലേ, പിന്നെ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. എവിടെ കുഞ്ഞെ? കുഞ്ഞെ, ഇന്ന് വായിച്ചില്ലേ ബീച്ചിലെ കൊലപാതകം? പുതിയ വഴിത്തിരിക്കുന്നു. ഏത് കൊലപാതകം? ആ കള്ളക്കടത്തുകാരന്റെ കൊലപാതകമേ. പോലീസ് കേരളം മുഴുവൻ വലവിച്ചിരിക്കുക. പക്ഷേ കള്ളൻ വലയ്ക്ക് പുറത്ത്, പോലീസ് വലയ്ക്കകത്ത്. അതാ ഇപ്പോഴത്തെ നില. കുഞ്ഞെ, കുഞ്ഞെ, നമ്മുടെ ഈ പരിസരവും ആ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കുഞ്ഞെ, അല്ല, കുഞ്ഞിന് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല അല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത്. ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്. കൊലപാതകം ആരാണെന്ന് എനിക്കറിയാം. അല്ല, ആളാരാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിലും ആരായാലും ആ ഒരു മർമാണി വിദഗ്ധന. മർമ്മത്തിലെ അടി നിർവന്തരയിൽ ഒറ്റയടിക്ക് ആള് ചാത്തപ്പോൾ എനിക്ക് ആ പലഹൃദയക്കാൻ ഈ ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി മനസ്സിലായി. എത്താവട്ടല്ലേ? താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ല, ഇതാരും ലളിതയോ? സോറി, ലളിതയുടെ വണ്ടിയാണെന്ന് ഓർത്തില്ല. ഞാൻ എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. വിരോധമില്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ വരുന്നു ടോപ്പ് ചെയ്യണം. ബോണ വയ്ക്കാം. മൗനം സമ്മതം, അതങ്ങനെ.
പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. ആ കൊള്ളാമല്ലോ, നല്ല സ്റ്റീരിയോ. ഓണിയും ഇഷ്ടമാണ്. അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞനായി പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. നിർത്തിക്കളഞ്ഞു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നു പോയോ? മൈ നെയിം ഈസ് വിജയ് ചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് Get അയച്ചേ. out. I say you get out. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോൾ അതങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും കാണാം. കുപ്പികളെ കൊണ്ടുവാ. മതി, എനിക്ക് കാശ് വന്നിട്ട് കുടിച്ചാ മതി. മാറ്റവനോട് വാങ്ങിച്ച് കുടിച്ചാ മതി. ഇനി സാറങ്ങ് പോയാട്ടെ. സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തേര് കേട്ടോ. കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്നാൽ സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതെ, സാർ മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതെ. അതെ, ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ? കാണിക്കാം. നമ്മുടെ മോർച്ചർ. ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോടാ, നീയല്ലാതെ. അയ്യോ, ഇത് സത്യമുള്ള തൊഴില. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അറിയച്ചല്ലേ, ഞാൻ ഇവിടെ